അൻവറിന്റെ ആരോപണങ്ങൾ എല്ലാം ശരിയാണെന്ന് PC ജോർജ്. ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണം. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്താണ് അൻവർ സംസാരിക്കുന്നത്. ADGP RSS നേതാവിനെ കണ്ടതിൽ തെറ്റില്ല. കേരളത്തിലെ ക്രമസമാധാന പ്രശ്നവും സംസാരിക്കാമല്ലോ എന്നും PC ജോർജ് പറഞ്ഞു. സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവുണ്ടാകണം. അത് CBI എൻക്വയറി ആയിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അൻവറിന് എന്താ ഇപ്പം ചാടിയൊരു ചേതവികാരം, അഴിമതി സ്വജനപക്ഷപാതം എന്നൊക്കെ ഉണ്ടാകാൻ കാരണം എന്താ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ കാണിക്കുന്നത് മുഴുവൻ തെറ്റാന്ന് വിശ്വസിക്കുന്നത് ഞാൻ ശരി. കസ്റ്റംസിനെ കളിപ്പിച്ച് സ്വർണം കടത്തി കഴിഞ്ഞാൽ പിന്നെ ആരും അന്വേഷിക്കേണ്ടെന്നാണ് അലിയാറിൻ്റെ അഭിപ്രായം. അൻവർ പറഞ്ഞതനുസരിച്ച് അവിടെ പോലീസ് പരിശോധിക്കാൻ പാടില്ല. അപ്പോൾ 500 കൊടുത്തു വിട്ടേക്കാൻ. സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്തവരാണ് അൻവർ എന്ന് പറയേണ്ടി വരും. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നാണ് ശരത് പവാറിന്റെ നിർദ്ദേശമെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ഇതിനായി അടുത്ത മാസം 3-ന് മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രനൊപ്പം മുഖ്യമന്ത്രിയെ കാണുമെന്നും PC ചാക്കോ പറഞ്ഞു. VV വിനോദിന്റെ റിപ്പോർട്ട്. മന്ത്രിസ്ഥാന മാറ്റത്തെ ചൊല്ലിയുള്ള വിവാദം NCPയിൽ പുകയുകയാണ്. 2.5 വർഷ ടേം എന്നത് പാലിക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഉള്ളത്. ശശീന്ദ്രൻ ഒഴിവായി ആ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ കൊണ്ടുവരാനുള്ള നീക്കം നേരത്തെ തന്നെ PC ചാക്കോ ആരംഭിച്ചിരുന്നു. ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ചാക്കോ നടത്തുന്നത്. ശരത് പവാറും തോമസ് മന്ത്രിയാകട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. പരസ്യമായി തനിക്ക് എതിർപ്പുകളില്ല, അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നില്ല എന്നൊരു നിലപാടൊക്കെ ശശീന്ദ്രൻ എടുക്കുന്നെങ്കിൽ കൂടിയും അത്ര പെട്ടെന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം വിട്ടുകളയുമെന്ന് കരുതുക വയ്യ. പ്രധാനമായും ശശീന്ദ്രൻ പ്രതീക്ഷ വയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലാണ്. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിച്ചില്ലെങ്കിൽ തനിക്ക് തലസ്ഥാനത്ത് തുടരാമെന്ന പ്രതീക്ഷ ശശീന്ദ്രൻ പുലർത്തുന്നുണ്ട്. PC ചാക്കോയാകട്ടെ മന്ത്രിസ്ഥാന മാറ്റം വേണം എന്ന നിലയിലേക്ക് പോവുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വരുന്ന 3-ന് മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. മാത്രമല്ല മൂവരും ഒരുമിച്ചായിരിക്കും, അതായത് ചാക്കോയും ശശീന്ദ്രനും തോമസും ഒരുമിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ കാണുക